the beam AB. Okay, so we have to replace 20 kilonewton. How we can replace a force from one point to another? By the method of replacing a force into force and couple. Okay, so we want to replace 20 kilonewton from this point to this point. Okay, right? So here we are doing the same method as that of replacing a force into force and couple. So here this is the 20 kilonewton, right? Okay, so here I'm applying a 20 kilonewton force at the point where we need to replace the 20 kilonewton in both upward and downward direction. Okay, ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് 20 kilonewton upward and downward directionൽ ഒരു 20 kilonewton നമുക്ക് ഏത് പോയിന്റിലാണോ അതിനെ റീപ്ലേസ് ചെയ്യേണ്ടത് ആ ഒരു പോയിന്റിൽ ഞാൻ ഡൗൺവേർഡ് ആയിട്ടും അപ്വേർഡ് ആയിട്ടും സെയിം മാഗ്നിറ്റ്യൂഡ് ഉള്ള ആ ഒരു 20 kilonewton ഫോഴ്സിനെ അപ്ലൈ ചെയ്തു. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവോ ഈ ഒരു സിസ്റ്റത്തില്? എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവോ? നോ, കാരണം 20 kilonewton 20 kilonewton അപ്വേർഡും ഡൗൺവേർഡും അതെന്തായാലും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്, അവിടെ ക്യാൻസൽ ചെയ്ത് പോകും. സോ ഇഫ് യു ആർ കൺസിഡറിങ് ദിസ് 20 kilonewton ആൻഡ് ദിസ് 20 kilonewton, ഇതെന്താ സംഭവം? ഇതിനെ ഞാൻ സെപ്പറേറ്റ് വരയ്ക്കാണ്. നൗ I am drawing 20 kilonewton downward in the right hand side and 20 kilonewton upward in the left hand side. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കാണ്. ഇതെന്താ സംഭവം? ഇതിനെന്താ വിളിക്കുന്നത് നമ്മള്? യെസ്, couple. So this system is called couple. So what is actually couple? What is couple? Two unlike parallel forces is equal and opposite forces. That means unlike parallel forces having same magnitude. Unlike parallel forces means what? ഇത് രണ്ടും പാരലൽ ഫോഴ്സ് ആണ്. ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് 20 kilonewton is എന്താണ്? പാരലൽ ആണ്. സോ അൺലൈക്ക് പാരലൽ ഫോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്? ഡിഫറെന്റ് ആയിട്ട്, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുമ്പോൾ ആണ് നമ്മൾ എന്ത് പറയുന്നത്? അൺലൈക്ക് പാരലൽ ഫോഴ്സസ് എന്ന് പറയുന്നത്. ലൈക്ക് പാരലൽ ഫോഴ്സസ് മീൻസ് വാട്ട്? സെയിം ഡയറക്ഷനിൽ, അതായത് നമ്മൾ ഈ മോളത്തെ രണ്ട് 20 kilonewton ലൈക്ക് പാരലൽ ഫോഴ്സസ് ആണ്. ബിക്കോസ് ദ ഡയറക്ഷൻ ഓഫ് ലൈൻ ഓഫ് ആക്ഷൻ ഓർ ഡയറക്ഷൻ ഓഫ് ഫോഴ്സസ് ആർ ഡൗൺവേർഡ് ഡിറക്ഷൻ, സെയിം as ദാറ്റ് ഓഫ് എന്താണ് 20 kilonewton അല്ലെ? ഈ ഒരു 20 kilonewton തന്നെയാണ് ഈ ഒരു 20 kilonewtonന്റെ ഡയറക്ഷൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. ബട്ട് ഇതിന്റെ രണ്ടിന്റെയും ഡയറക്ഷൻ ഓഫ് ആക്ഷൻ ഇസ് ഓപ്പോസിറ്റ്. That is called unlike parallel forces, right? Okay, so here unlike parallel forces having same magnitude അതാണ് പറയേണ്ടത്. അതായത് ഇവിടെ 10 ആണെങ്കിൽ എന്താണ്? രണ്ടും unlike parallel forces ആണെന്ന് പറയാം, ബട്ട് മാഗ്നിറ്റ്യൂഡ് സെയിം അല്ല. So we have to define that unlike parallel forces having same magnitude. Okay, so parallel force ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഫോഴ്സസിന്റെ തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും. ആ ഡിസ്റ്റൻസ് എത്രയാ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? Distance between two parallel forces. അത് എത്രയാ ഡിസ്റ്റൻസ് തന്നിരിക്കുന്നത്? ഐ തിങ്ക് ഇറ്റ് ഇസ് 2 meter, റൈറ്റ്? ഓക്കെ, 2 meter ആണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്. എന്താണ് കപ്പിൾ എന്ന് പറയുന്നത്? കപ്പിളിന്റെ എഫക്ട് എന്താ ഉണ്ടാവുന്നത്? വാട്ട് ഇസ് ദ എഫക്ട് ഓഫ് എ കപ്പിൾ? എഫക്ട് ഓഫ് എ കപ്പിൾ, യെസ്, റൊട്ടേഷൻ. റൊട്ടേഷൻ മീൻസ് വാട്ട്? റൊട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? മൊമെന്റ് അല്ലേ? അല്ലെ? സോ ഇവിടെ ഉണ്ടാവുന്ന മൊമെന്റ് എത്രയാണ്? മൊമെന്റ് ഈക്വൽ ടു, ഹൗ വി ക്യാൻ കാൽക്കുലേറ്റ് മൊമെന്റ് ഓഫ് എ കപ്പിൾ? മൊമെന്റ് ഓഫ് എ കപ്പിൾ ഈക്വൽ ടു magnitude of any of the force into distance between two unlike parallel forces, right? So F into D, that is F is here 20 kilonewton. So 20 into 2 is the moment of the couple.
So 20 into 2, that is equal to 40 kilonewton meter. Kilonewton meter. Now we have to find out the direction of rotation. Direction of rotation എന്തായിരിക്കും? What is the direction of rotation here? ഇതിന്റെ direction of rotation എന്തായിരിക്കും? ഒന്ന് നോക്കിയേ. Clockwise or anti-clockwise? Clockwise. Okay. Direction of rotation എന്ന് പറയുന്നത് clockwise ആണ്. So clockwise. So നമ്മൾ ഈ ഒരു കപ്പിൾ ഫോഴ്സിനെ എന്താക്കി മാറ്റി? മൊമെന്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഫിഗർ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? ആ കപ്പിളിനെ അങ്ങോട്ട് ഒഴിവാക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? ആ 20 കിലോ ന്യൂട്ടണെ മാത്രം അവിടെ വെച്ചാൽ മതി. അപ്പൊ 20 കിലോ ന്യൂട്ടൺ അവിടെ വെച്ചു. ഇനി എന്ത് ചെയ്യാ? ഈ നമ്മുടെ ക്ലോക്ക് വൈസ് മൊമെന്റിനെ നമ്മൾ എന്ത് ചെയ്യുക? പോയിന്റിൽ അപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും? ക്ലോക്ക് വൈസ് അല്ലേ? അപ്പം ദേ ഇങ്ങനെ കാണിച്ചാൽ മതി. ദാറ്റ് ഈസ് 40 കിലോ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, നമ്മുടെ ശരിയായ ഫിഗർ ഇങ്ങനെയായിരുന്നു അല്ലേ? അപ്പൊ ഇവിടെ ഒരു സപ്പോർട്ട്, ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതിലേക്ക് സെപ്പറേറ്റ് ചെയ്തു. ഈ പോയിന്റ് സി എന്ന പോയിന്റ് ആയിരുന്നു. ഓക്കെ, ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് 20ന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇസ് പാസിംഗ് ത്രൂ ദ പോയിന്റ് സി. സോ വി ക്യാൻ റീപ്ലേസ് 20 അലോങ് ദ ഡയറക്ഷൻ ഓഫ് ഓർ അലോങ് ദ ലൈൻ ഓഫ് ആക്ഷൻ. 20നെ നമുക്ക് ലൈൻ ഓഫ് ആക്ഷനിൽ എവിടെ വേണമെങ്കിലും കൊണ്ടുവരാം. എനിക്ക് വേണമെങ്കിൽ 20ന്റെ നേരെ താഴത്ത് ഈ പോയിന്റ് സിയിലേക്ക് വേണമെങ്കിൽ റീപ്ലേസ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരാം. അതിനൊന്നും യാതൊരു തരത്തിലുള്ള കുഴപ്പമില്ല. സോ വി ഹാവ് ടു കൺസിഡർ ദിസ് മൊമെന്റ് ഓൾസോ. ഓക്കെ, ഈ 40 കിലോ ന്യൂട്ടൺ മീറ്റർ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു മൊമെന്റും കൂടെ നമ്മുടെ ടോട്ടൽ മൊമെന്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത്, അബൌട്ട് എ ആയാലും ബി ആയാലും കൺസിഡർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഈ 40 കിലോ ന്യൂട്ടണും കൂടെ ഇവിടെ കൺസിഡർ ചെയ്യണം. ഓക്കെ, നമ്മൾ ചെയ്തതിൽ അത് കൺസിഡർ ചെയ്യാണ്ടാണ് പറഞ്ഞു പോയത്. അപ്പൊ അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതണം. ദിസ് ഇസ് എ ക്ലോക്ക് വൈസ് മൊമെന്റ്. സോ സൈൻ ഓഫ് ദ മൊമെന്റ് എന്തായിരിക്കും? വാട്ട് ഇസ് ദ സൈൻ? വാട്ട് ഇസ് ദ സൈൻ? 40 കിലോ ന്യൂട്ടൺ പോസിറ്റീവ്. സോ നിങ്ങളുടെ ഇക്വേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യാം? എക്സ്ട്രാ ഒരു +40 കൂടെ ചേർത്താൽ മതി. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ അതിന്റെ ഒരു കോൺസെപ്റ്റും ഇങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? Is it clear? Okay. So ഇപ്പൊ എത്രയാണ് ആൻസർ കിട്ടിയത്? Now what is the answer? ഓക്കെ, അത് ഏതായിരുന്നോ? RBV ആയിരുന്നോ? RBV അല്ലേ? RBV ആണോ RAV ആയിരുന്നോ? I think it is RBV. Okay, RBV equal to 23.3 kilonewton. Then we have to find out RAV and RAH, right? So what is RAV and RAH? What is RAV and RAH? What is RAV? Okay, RAV 6.67. Then, okay, 6.67. And now find out RAH. What is the value of RAH? RH 0. Okay, okay. Okay. So from this we can find out RA. RA equal to root of RAV square plus RAH square. Here RAH equal to 0. So RA equal to what? RA equal to RH. So that is equal to 6.67 kilonewton, right? Okay. നിങ്ങൾ അതും കൂടെ ഒന്ന് ചെയ്ത് വെക്കണേ. RA ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ RA ഈക്വൽ ടു RAH സ്ക്വയർ പ്ലസ് RAV സ്ക്വയർ. ഓക്കെ, സോ ഹിയർ RAH ഈസ് ഈക്വൽ ടു 0. സോ RA ഈക്വൽ ടു RAV. So RAV equal to 6.67. So RA equal to 6.67 kilonewton. Is it clear? ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ ചെയ്യേണ്ടത്? Okay. So next we are going to study about
ദ ജനറൽ കോപ്ലാനാർ ഫോഴ്സസ്. ഇപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഏതൊക്കെ ഫോഴ്സ് സിസ്റ്റത്തിനെ റിസോൾവ് ചെയ്യാനും റിസൾട്ടന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പഠിച്ചത്? ഫസ്റ്റ് മൊഡ്യൂളിൽ ഏത് ഫോഴ്സസിനെ പറ്റിയാ പഠിച്ചത്? ഫസ്റ്റ് മൊഡ്യൂളിൽ ഏത് ഫോഴ്സ് സിസ്റ്റത്തിനെ പറ്റിയിട്ടാ പഠിച്ചത്? അപ്പൊ ഫസ്റ്റ് മൊഡ്യൂളിൽ ഏതിനെ പറ്റിയിട്ടാ പഠിച്ചത്? ഏത് ഫോഴ്സ് സിസ്റ്റത്തിനെ പറ്റിയിട്ടാ പഠിച്ചത്? എല്ലാം കോപ്ലാനാർ ഫോഴ്സസ് ആണ് കേട്ടോ. ഇതൊക്കെ കോപ്ലാനാർ ഫോഴ്സസ്, അതായത് ഒരു പ്ലെയിനിലുള്ള ഫോഴ്സസിനെ പറ്റിയിട്ടാണ് നമ്മൾ മൊത്തം പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, കോപ്ലാനാർ ഫോഴ്സസ്. അതിൽ തന്നെ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ കൺകറന്റ് ഫോഴ്സിനെ പറ്റിയിട്ടാണ് പഠിച്ചത്. കൺകറന്റ് ഫോഴ്സ്. സോ വാട്ട് ഇസ് കൺകറന്റ് ഫോഴ്സ്? ഫോഴ്സസ് വിച്ച് ആർ ആക്ടിങ് അറ്റ് എ പോയിന്റ് ആണ്. നമ്മുടെ ലൈൻ ഓഫ് ആക്ഷൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ദീസ് ആർ ദ ടു ഫോഴ്സസ്. സോ ഇതിന്റെ നമ്മൾ ലൈൻ ഓഫ് ആക്ഷൻ ജോയിൻ ചെയ്താൽ എന്ത് ചെയ്യും? ഒരു പോയിന്റിൽ എന്ത് ചെയ്യുക? അത് ജോയിൻ ചെയ്യുക. സോ അത്തരത്തിലുള്ള ഫോഴ്സസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺകറന്റ് ഫോഴ്സസ്. സോ ഫസ്റ്റ് മൊഡ്യൂൾ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെങ്കിൽ സ്റ്റഡി ചെയ്തത്? കൺകറന്റ് ഫോഴ്സസിനെ പറ്റിയിട്ടാണ്. ദെൻ ഇൻ സെക്കൻഡ് മൊഡ്യൂൾ വി ഹാഡ് സ്റ്റഡീഡ് അബൌട്ട് എന്തിനെ പറ്റിയിട്ട്? എപ്പോ പഠിച്ചത്? ഇപ്പൊ സെക്കൻഡ് മൊഡ്യൂളിൽ ഏത് ഫോഴ്സ് ആണ്? യെസ്, പാരലൽ ഫോഴ്സസ്. ഓക്കെ, പാരലൽ ഫോഴ്സസ്. അതിൽ തന്നെ രണ്ട് രീതിയിൽ പാരലൽ ഫോഴ്സ് വരുന്നുണ്ട്. ലൈക്ക് പാരലൽ ഫോഴ്സസ് ആൻഡ് അൺലൈക്ക് പാരലൽ ഫോഴ്സസ്. പാരലൽ ഫോഴ്സസ് സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ലൈക്ക്, ഡിഫറെന്റ് അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അൺലൈക്ക് പാരലൽ ഫോഴ്സസ്, റൈറ്റ്? ദെൻ ഇനിയിപ്പോ എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? ജനറൽ കോപ്ലാനാർ ഫോഴ്സസ്. അതായത് പാരലലും അല്ല കൺകറന്റും അല്ല, അങ്ങനെയുള്ള ഫോഴ്സസ്. ഒരിക്കലും അത് മീറ്റ് ചെയ്യത്തില്ല, അതുകൊണ്ട് അത് കൺകറന്റ് ഫോഴ്സ് അല്ല. ഒരിക്കലും ആ ഒരു ഫോഴ്സസ് എന്ന് പറയുന്നത് പാരലൽ ഫോഴ്സസ് അല്ല. ഓക്കെ, പാരലൽ ആയിരിക്കത്തില്ല. സോ അങ്ങനെയുള്ള ബാക്കിയുള്ള എല്ലാ ജനറൽ കോപ്ലാനാർ ഫോഴ്സസ് അതിന്റെ റിസൾട്ടന്റും അതിന്റെ ആംഗിളും അല്ലെ അതിന്റെ ഡയറക്ഷനുമാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. സോ ഒന്നുമില്ല, നമ്മൾ സാധാരണ തന്നെ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് വൈ സ്ക്വയർ. ഓക്കെ, അപ്പം ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് വൈ സ്ക്വയർ. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഫോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ കുറെ 2-3 ഫോഴ്സസ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ 3 ഫോഴ്സ് സിസ്റ്റംസ് ഉണ്ട്. 3 ഫോഴ്സ് സിസ്റ്റം ഉണ്ട്. നിങ്ങൾ നോക്കി ഇതിന്റെ പ്രത്യേകത നോക്കി. എല്ലാ ഫോഴ്സസും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് കൺകറന്റ് ഫോഴ്സ് ആണോ? ഇതെല്ലാതും കൺകറന്റ് ഫോഴ്സ് ആണോ? അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ നോക്കിയേ. എല്ലാം കൂടെ ഒറ്റൊരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നതല്ലല്ലോ. സോ കൺകറന്റ് ഫോഴ്സ് അല്ല. ദെൻ വാട്ട് അബൌട്ട് പാരലൽ ഫോഴ്സ് ആണോ? പാരലൽ ആണോ? അല്ല, പാരലലും അല്ല. സോ ഇത്തരത്തിലുള്ള ഫോഴ്സസ് ആണ് ജനറൽ കോപ്ലാനാർ ഫോഴ്സസ്. സോ ഇതിന്റെ കേസിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെയിം ഇക്വേഷൻസ് യൂസ് ചെയ്യാം. ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് വൈ സ്ക്വയർ. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു കൺസിഡർ ഒരു ഫോഴ്സ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, യു ഹാവ് ടു കൺസിഡർ വൺ ഓഫ് ദ ഫോഴ്സസ് ഫ്രം ദിസ് ജനറൽ കോപ്ലാനാർ ഫോഴ്സസ്. ഓക്കെ, അപ്പൊ അതിൽ ഞാൻ ഫസ്റ്റ് വൺ കൺസിഡർ ചെയ്തു. അപ്പൊ അതിന് എന്ത് ചെയ്യാൻ? നിങ്ങൾ സാധാരണ കോമ്പണൻസ് ആക്കുന്ന പോലെ കോമ്പണൻസ് ഒക്കെ. സോ റിസോൾവ് ദ ഫോഴ്സസ് ഇൻ ടു 2 കോമ്പണൻസ്, ദാറ്റ് ഈസ് എക്സ് കോമ്പണന്റ് ആൻഡ് വൈ കോമ്പണന്റ്. അപ്പൊ ഇതിനൊരു ആംഗിൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ തീറ്റ ഇസ് ദ ആംഗിൾ. ദെൻ വാട്ട് ഇസ് ഇത്? ഇഫ് ദ ഫോഴ്സ് ഇസ് F1, ദെൻ F1 കോസ് തീറ്റ, ദെൻ F1 സൈൻ തീറ്റ. ഇനി അടുത്ത ഫോഴ്സ് കൺസിഡർ ചെയ്യുക. അടുത്ത ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഫോർത്ത് ക്വാഡ്രന്റിലാണ് വരുന്നത്. സോ അതുപോലെ തന്നെ സെയിം ആസ് ദാറ്റ് ഓഫ് ദിസ് ഇസ് θ1 ആൻഡ് ദിസ് ഇസ് θ2. θ1. ഓക്കെ, സോ ഇഫ് ദിസ് ഇസ് F2, then F2 cos θ2, F2 sin θ2. Similarly, take the third force and okay, it is acting in along x direction. X direction തന്നെയാണ് അത് ആക്ട് ചെയ്യുന്നത്. So now we have to find out sigma fx here. Okay, what is sigma fx here? Sigma fx equal to, we have to consider the components of 1 and 2 forces. Okay, then എന്തൊക്കെയാ സിഗ്മ എഫ് എക്സ് വരിക? അക്കോർഡിംഗ് ടു ഫസ്റ്റ് ഫോഴ്സ് നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ എക്സ് കോമ്പണന്റ് ഏതാ വരുന്നത്? F1 cos θ1, റൈറ്റ് അല്ലെ? അതല്ലേ എക്സ് കോമ്പണന്റ് ആയിട്ട് വരുന്നത്. ഫസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് വിത്ത് എക്സ് ആക്സിസ് ആണ്. സോ വി ഹാവ് ടു കൺസിഡർ ഇറ്റ്സ് കോമ്പണന്റ്. സോ വി ഹാവ് ടു കൺസിഡർ ദ എക്സ് കോമ്പണന്റ്. എക്സ് കോമ്പണന്റ് ഇസ് F1 cos θ1. Then
While considering the second force, that is F2, it is also inclined with x coordinate. So we have to consider its component. So x component is F2 cos theta 2, right? Okay, F2 cos theta 2. So it is negative positive F2 cos theta 2, right? Then while considering the third force, it is acting along x direction. Okay, x direction തന്നെയാണ് അത് ആക്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് നെഗറ്റീവ് F3. സോ ഒന്നുമില്ല, നമ്മൾ നേരത്തെ എങ്ങനെയാണോ ചെയ്തത്, അതായത് ഇൻ ദ കേസ് ഓഫ് കൺകറന്റ് ആൻഡ് പാരലൽ ഫോഴ്സ് സിസ്റ്റത്തിൽ എങ്ങനെയാണോ റിസൾട്ടന്റ് ഫൈൻഡ് ഔട്ട് ചെയ്തത്, സെയിം ആസ് ദാറ്റ് ഓഫ് ഈ കൺകറന്റ് ആൻഡ് പാരലൽ ഫോഴ്സസ് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ജനറൽ കോപ്ലാനറിന്റെ കേസിലും റിസൾട്ടന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സെയിം തന്നെയാണ്. ജസ്റ്റ് നമ്മൾ അതിന്റെ കോമ്പണൻസ് എടുക്കുക, ജസ്റ്റ് എന്താ സിഗ്മ എഫ് എക്സ് സിഗ്മ എഫ് വൈ കൺസിഡർ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അങ്ങനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടോട്ടൽ റിസൾട്ടന്റ് നമുക്ക് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഐ മീൻ ഇതിപ്പോ സിസ്റ്റം എന്ന് പറയുന്നത് ഇക്വിലിബ്രത്തിലാണെങ്കിൽ നമുക്ക് ഇതിൽ എന്തെങ്കിലും അൺനോൺ ഉണ്ടെങ്കിൽ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. സിഗ്മ എഫ് എക്സ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ ഇത് ഫുൾ ആഡ് ചെയ്യാം. അതുപോലെ സിഗ്മ എഫ് വൈ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ ഇത് മൊത്തം സിഗ്മ എഫ് വൈ കോമ്പണൻസ് മൊത്തം ആഡ് ചെയ്യുക, എന്നിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ദെൻ ഹെൻസ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ റിസൾട്ടന്റ്. ഓക്കെ, റിസൾട്ടന്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ടാൻ തീറ്റന്റെ കേസിലും ടാൻ തീറ്റ ഈക്വൽ ടു സിഗ്മ എഫ് വൈ ബൈ സിഗ്മ എഫ് എക്സ്. ഓക്കെ, ദെൻ ഇക്വിലിബ്രിയം കണ്ടീഷനിലാണെങ്കിലുള്ള കേസ് എന്ന് പറയുന്നത് സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0, സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0, സിഗ്മ എം ഈക്വൽ ടു 0. മൊമെന്റ് അബൌട്ട് എനി പോയിന്റ് ഈസ് ഈക്വൽ ടു 0 ആണ് വരിക. സെയിം ആണ്, അതായത് കൺകറന്റിന്റെയും പാരലലിന്റെയും എന്താണോ പഠിച്ചത് അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇക്വേഷൻസ് ഒക്കെ സെയിം ആണ്. ദെൻ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന മെത്തേഡ് ആണ്. ഇപ്പൊ ഇത് ഏകദേശം എങ്ങനെയാ എടുക്കേണ്ടതെന്ന് മനസ്സിലായില്ലേ? അതാകുമ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം കൂടെ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അത് എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പൊ കൺഫ്യൂഷൻ ഒന്നും ആവണ്ട. ജസ്റ്റ് ഇക്വേഷൻസ് ഇപ്പൊ ഒന്ന് മനസ്സിൽ വെക്കുക. സെയിം ആസ് ദാറ്റ് ഓഫ് കൺകറന്റ് ആൻഡ് പാരലൽ ഫോഴ്സസ് ആണ്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ഇക്വേഷൻസ് ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവും എങ്ങനെയാ എടുക്കേണ്ടതെന്നൊക്കെ. ഓക്കെ, അപ്പൊ ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, സോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3 ഫോഴ്സ് സിസ്റ്റം 200 ന്യൂട്ടൺ, 300 ന്യൂട്ടൺ ആൻഡ് 400 ന്യൂട്ടൺ ആക്ട് അലോങ് 3 സൈഡ്സ് ഓഫ് എൻ ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ. Act along equilateral triangle. Taken in order, find the magnitude and line of action of the resultant force. We have to find out the magnitude and also the line of action of the resultant force. അപ്പോൾ റിസൾട്ടന്റ് ഫോഴ്സ് എവിടെയാന്ന് അതിന്റെ പൊസിഷനും കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യണം കേട്ടോ. ഇതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല, അതിന്റെ റിസൾട്ടന്റിന്റെ എന്തുകൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യണം, ലൈൻ ഓഫ് ആക്ഷനും കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തന്നെ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക, ഫിഗർ വരയ്ക്കുക. ഓക്കെ, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്, ഒരു ഓർഡറിൽ തന്നെയാണ് അത് പോകുന്നത് കേട്ടോ. ഇതില് ഒരു റൊട്ടേഷൻ എഫക്റ്റ് ഉണ്ടെങ്കിൽ ആ റൊട്ടേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? എന്ത് ഡയറക്ഷൻ ആയിരിക്കും റൊട്ടേഷന്റെ ഡയറക്ഷൻ? ഓർഡറിലാണ് ഫോഴ്സസ് പോകുന്നത്. അപ്പൊ ഉറപ്പായിട്ടും എന്തുണ്ടാവും? ഇത് ഇപ്പം ഇക്വിലിബ്രിയം കണ്ടീഷൻ അല്ലെങ്കിൽ ഇതിനൊരു റൊട്ടേഷണൽ എഫക്റ്റ് ഉണ്ടാവും. അതാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത്. ആ റൊട്ടേഷണൽ എഫക്റ്റ് എന്ന് പറയുന്നത് ഏത് ഡയറക്ഷൻ ആയിരിക്കും? ആന്റി ക്ലോക്ക് വൈസ്. ഓക്കെ, ഓക്കെ, ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ലേ? എന്ത് ചെയ്യാ? ഫസ്റ്റ് ഫോഴ്സിനെ എടുക്കുക. ഫസ്റ്റ് ഫോഴ്സ് ഏത് ക്വാഡ്രന്റിലാണ്? 400 ന്യൂട്ടൺ. In which quadrant 400 Newton is lying? ഏത് ക്വാഡ്രന്റാ? യെസ്, തേർഡ് ക്വാഡ്രന്റ്. And what about 300 Newton? സെക്കൻഡ്. 200 ന്യൂട്ടൺ എന്ന് പറയുന്നത് ക്വാഡ്രന്റിൽ ആയിരിക്കത്തില്ല. എന്താണ് അത്? റൈറ്റ് ഹാൻഡ് സൈഡിൽ എക്സ് ആക്സിസ് തന്നെയാണ് അത് കോയിൻസൈഡ് ചെയ്ത് നിൽക്കുന്നത്. സോ അത് ക്വാഡ്രന്റിൽ അല്ല വരുന്നത്, പോസിറ്റീവ് ആണ് അതിന്റെ ഡയറക്ഷൻ വരുന്നത്. ഓക്കെ, so you don't need to consider the components of 200 Newton because it is lying on x-axis. Okay, so first you have to consider 400 Newton.
and resolve the forces into two components, that is x component and y component. Okay. Okay, this is an equilateral triangle. What is the interior angle? Then interior angle എത്രയാണ്? Equilateral, yes, 60 degree. Okay, 60 degree. ഇനി ഒന്ന് ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. ഞാൻ ഇവിടെ ഒരു ലൈൻ വരയ്ക്കാൻ പോവാണ്, which is parallel to the x axis for 200 Newton force. Okay, so ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? അത് എത്രയായിരിക്കും? ഈ ഒരു ആംഗിൾ എത്രയായിരിക്കുമോ? 60 ഡിഗ്രി. വൈ ഇറ്റ് 60 ഡിഗ്രി? ഇവിടെ ഇവിടെ ഞാൻ വരച്ച ലൈനും അതുപോലെ 200 ന്യൂട്ടന്റെ ലൈനും പാരലൽ ആണ്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഇങ്ങനെ ക്രോസ് ആയിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ ഉണ്ടാക്കുന്ന രണ്ട് ആംഗിൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണത്. അതെന്താണ്? അത് ഈക്വൽ അല്ലേ? ഓക്കെ. അതെന്തിനാ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 400 ന്യൂട്ടന്റെ പ്ലെയിൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് 400 ന്യൂട്ടന്റെ ക്വാഡ്രന്റ് വെച്ചിട്ട് നിങ്ങൾ എക്സ് ആൻഡ് വൈ കോമ്പണൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവും. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് വി ക്യാൻ ഡ്രോ the components of 400 Newton and 300 Newton, right? So here I am drawing 400 Newton. Okay, this is 400 Newton. Okay, this is x component and this is y component. So ഈ ഒരു ആംഗിൾ ആണ് ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ, 60 ഡിഗ്രി എന്ന് പറഞ്ഞെടുത്തത്. So this is 60 degree. So x component of 400 Newton is 400 cos 60 and y component is 400 sin 60, right? Then what about 300 Newton? 300 Newton, okay? ന്യൂട്ടന്റെ കേസിൽ ഈ ഒരു ആംഗിൾ എത്ര വരിക? ആ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ഇന്റീരിയർ ആംഗിൾ ഓഫ് ദി ഇക്വലേറ്ററൽ ട്രയാംഗിൾ അല്ലേ? ഇതല്ലേ വരുന്നത് അല്ലേ? അത് എത്ര ആംഗിള്? അഗൈൻ 60 ഡിഗ്രി. യെസ്. ഓക്കെ, ഇത് വരുമ്പോ ദിസ് ഇസ് 60 ഡിഗ്രി, then 300 cos 60 and 300 sin 60. You don't need to consider the components of 200 Newton. 200 Newton കൺസിഡർ ചെയ്യണ്ട, ബിക്കോസ് it is lying on x ആക്സിസ് ആണ്. എക്സ് ആക്സിസ് തന്നെയാണ് ലൈൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ പറഞ്ഞേ, ടെൽ മീ വാട്ട് ഇസ് സിഗ്മ എഫ് എക്സ്. സിഗ്മ എഫ് എക്സ് ഒന്ന് പറഞ്ഞേ. ഞാൻ വിളിക്കാം. ആര്യ, ആര്യ ഓഡിബിൾ ആണോ? യെസ് മാം. ആര്യ പറഞ്ഞേ, സിഗ്മ എഫ് എക്സ് എത്രയാ? സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു മൈനസ് 400 cos 60. യെസ്, മൈനസ് 400 cos 60. 300 cos 60. പോസിറ്റീവ് ഓർ നെഗറ്റീവ്? പോസിറ്റീവ്. അല്ല, നെഗറ്റീവ്. 300 cos. ഓക്കെ, 300 cos 60. Then 200. പോസിറ്റീവ് ഓർ നെഗറ്റീവ്? പോസിറ്റീവ്. Why it is positive? Yes, positive. Okay, why it is positive? അത് റൈറ്റ് ആയതുകൊണ്ട്. Okay, good. Then find out its value. Okay, sigma fx ന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പൊ അതിന് മുന്നേ ആയിട്ട് സിഗ്മ എഫ് വൈ എന്ന് പറഞ്ഞേ, ഒരുമിച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യാം. സിഗ്മ എഫ് വൈ. ഓക്കെ, ഞാൻ വിളിക്കാം. നന്ദന. Yes, ma'am.
യെസ് പറഞ്ഞേ നന്ദന, സിഗ്മ എഫ് വൈ പറഞ്ഞേ. -400 യെസ്, sin 60 -400 sin 60 plus sin 60 പ്ലസ് 300 sin 60 പിന്നെ plus 200 ഒന്നുമില്ല 200 യെസ്. ഇല്ലല്ലോ. ഓക്കെ 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 ഓക്കെ. ഇല്ല ഇല്ല ഇല്ല, വേറെ ഇല്ല. 200 എന്ന് പറയുന്നത് എക്സ് ആക്സിലല്ലേ, ഇനി വൈ ആക്സിസിൽ ആക്ട് ചെയ്യുന്ന വേറെ ഫോഴ്സസ് ഇല്ലല്ലോ. ഓക്കെ, ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞേ. സിഗ്മ എഫ് എക്സ് ആൻഡ് സിഗ്മ എഫ് വൈ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. Then you have to find out the resultant r equal to root of sigma fx square plus sigma fy square. Okay. എന്നിട്ട് അതിന്റെ ആൻസറും പറഞ്ഞു തരണം നിങ്ങൾ. ഓൾസോ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് തീറ്റ. തീറ്റ ഈക്വൽ ടു തീറ്റ എക്സ് ആണ് വേണം കേട്ടോ. തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് സിഗ്മ എഫ് വൈ ബൈ സിഗ്മ എഫ് എക്സ്. ഒക്കെ ചെയ്തു കഴിഞ്ഞോ? അന്വയ Yes, ma'am. ഒന്ന് ആൻസർ പറഞ്ഞേ. സിഗ്മ എഫ് എക്സ് Sigma fx -150. -150 Sigma യൂണിറ്റ് Newton. ന്യൂട്ടൺ. വൈ ഇറ്റ് ഇസ് ന്യൂട്ടൺ? Force ആയതുകൊണ്ട്. ആ ഫോഴ്സ് ആയതുകൊണ്ട് ന്യൂട്ടൺ ആവാൻ കിലോ ന്യൂട്ടൺ ആയിക്കൂടെ? ഉം. ബാക്കി എല്ലാ ഫോഴ്സും നോക്കി Question. എല്ലാം ന്യൂട്ടണിലല്ലേ? നമുക്ക് കൊടുത്ത Question ഗിവൺ Newton. ഫോഴ്സസ് ആർ ഇൻ ന്യൂട്ടൺ ആണ്, അതുകൊണ്ടാണ് ഇത് ന്യൂട്ടൺ ആയത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സിഗ്മ എഫ് വൈ -86.6 Newton. -86.6 Newton. ന്യൂട്ടൺ. ഓക്കെ, സോ എന്റെ ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാല് സിഗ്മ എഫ് എക്സ് നെഗറ്റീവ്, സിഗ്മ എഫ് വൈ നെഗറ്റീവ്, റിസൾട്ടന്റ് ഏത് ക്വാഡ്രന്റിലായിരിക്കും? സിഗ്മ എഫ് എക്സ്, അതായത് എക്സ് കോമ്പണന്റ് ഓഫ് ദി റിസൾട്ടന്റ് ആൻഡ് വൈ കോമ്പണന്റ് ഓഫ് ദി റിസൾട്ടന്റ് ആർ നെഗറ്റീവ് സൈൻ ആണ്. ഓക്കെ, ഹാവ് നെഗറ്റീവ് സൈൻ. സോ റിസൾട്ടന്റ് ഏത് ക്വാഡ്രന്റിലായിരിക്കും? തേർഡ് ക്വാഡ്രന്റില്. സോ അതൊന്ന് നിങ്ങൾ മൈൻഡിൽ വെക്കുക. തേർഡ് ക്വാഡ്രന്റിലാണ് നമ്മുടെ റിസൾട്ടന്റ് ലൈ ചെയ്യുന്നത്. അപ്പൊ ഞാൻ വരക്കുന്നത് കറക്റ്റ് ആണോ എന്നൊന്ന് പറയണേ. ഇത് കറക്റ്റ് ആണോ വരച്ചത്? കറക്റ്റ് ആണോ വരച്ചത്? നോ. ഇതിപ്പം വരച്ചത് ഏത് ക്വാഡ്രന്റാ? പെട്ടെന്ന് പറയടാ, ഓഡിയോ ഓൺ ചെയ്ത് പറ, ടൈപ്പ് ചെയ്ത് സമയം കളയല്ലേ. ഫസ്റ്റ് ക്വാഡ്രന്റ്. അപ്പൊ നിങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് എങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അത് ഏത് ക്വാഡ്രന്റ് ആണെന്ന് പറയാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഞാൻ ഇങ്ങനെ വരക്കാണ്. ഇത് ഏത് ക്വാഡ്രന്റാ? അല്ലെ ഇത് വരച്ചത് കറക്റ്റ് ആണോ? ഓക്കെ ആണോ? കറക്റ്റ് ആണോ? യെസ്, ഇതാണ് തേർഡ് ക്വാഡ്രന്റ്. നിങ്ങൾ നോക്കുക, അതിന്റെ ആക്സസ് നോക്കുക. അല്ലേ, കറക്റ്റ് അല്ലേ? തേർഡ് ക്വാഡ്രന്റ് ആണിത്. ഓക്കെ, അപ്പൊ നമ്മുടെ 6 ലൈ ചെയ്യുന്നത് തേർഡ് ക്വാഡ്രന്റിലാണ്. അപ്പൊ ഏകദേശം അത് കിടക്കുന്നത് ഇങ്ങനെയായിരിക്കും. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് തീറ്റ എക്സ് ആണ്. ഇനി നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യേണ്ട ഈ ഒരു തീറ്റ എക്സ് ആണ്. അതുപോലെ തന്നെ റിസൾട്ടന്റിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. റിസൾട്ടന്റെ വാല്യൂ പറഞ്ഞ ആരെങ്കിലും? ഞാൻ വിളിക്കാം കേട്ടോ, പറയണ്ടാരും, ഞാൻ വിളിക്കാം. അനുശ്രീ യു. യെസ് മാം. ഒന്ന് പറഞ്ഞേ, റിസൾട്ടന്റിന്റെ വാല്യൂ എത്രയാ? മാം ഒരു മിനിറ്റ്, ഞാൻ ചെയ്ത് കഴിഞ്ഞില്ല. ആ ഓക്കെ. അതുപോലെ തീറ്റ എക്സ്, ബാക്കിയുള്ള ഒരു തീറ്റ എക്സും കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെക്കണേ. ടാൻ ഇൻവേഴ്സ് ഓഫ് സിഗ്മ എഫ് വൈ ബൈ സിഗ്മ എഫ് എക്സ്.
എക്സ് ആക്സിസും ആയിട്ട് ഉണ്ടാക്കുന്ന തീറ്റ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സിഗ്മ എഫ് വൈ ബൈ എക്സ് ആണ്. അതേസമയം വൈ ആക്സിസും ആയിട്ടുള്ള ആംഗിൾ ഉണ്ടാക്കുന്നെങ്കിൽ നേരെ ഓപ്പോസിറ്റ് വരും. ഓക്കെ, അനുശ്രീ കഴിഞ്ഞോ? ഓക്കെ, ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നെ റിസൾട്ടന്റിന്റെ വാല്യൂ ആർ ഈക്വൽ ടു മാം യെസ് പറ. 173.2. യെസ്, 173.2 ന്യൂട്ടൺ, റൈറ്റ്. ദെൻ തീറ്റ എക്സ്, തീറ്റയുടെ വാല്യൂ 30. ഓക്കെ, ഇനിന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് റിസൾട്ടന്റിന്റെ ആംഗിൾ, അതായത് ഇപ്പം നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്വാഡ്രന്റ് കൺസിഡർ ചെയ്തപ്പോഴാണ് അതിന്റെ ആംഗിൾ വിത്ത് ദാറ്റ് ക്വാഡ്രന്റ്, ആ ഒരു ക്വാഡ്രന്റിലുള്ള എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന റിസൾട്ടന്റിന്റെ ഇൻക്ലിനേഷൻ ആണ് തീറ്റ എക്സ് 30 ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഹോൾ ക്വാഡ്രന്റ് കൺസിഡർ ചെയ്യുമ്പോൾ, അതായത് ഹോൾ ബിയറിംഗ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ആംഗിൾ മെഷർ ഏത് ആക്സിസ് വെച്ചിട്ടാണ്, പോസിറ്റീവ് എക്സ് ആക്സിസ് വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും എല്ലാത്തിന്റെയും ആംഗിൾ മെഷർ ചെയ്യുക. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഈ 30 ഡിഗ്രി എന്ന് പറയുന്നത് ഇൻക്ലിനേഷൻ വിത്ത് ഏത് ആക്സിസുമായിട്ടാണ്, നെഗറ്റീവ് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ഇൻക്ലിനേഷൻ ഓഫ് ദ റിസൾട്ടന്റ് ആണ് തീറ്റ എക്സ് എന്ന് പറയുന്നത്. അതായത് ഒരു ക്വാഡ്രന്റ് കൺസിഡർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആംഗിൾ ആണിത്. ഇനി എനിക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറിജിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഏതൊരു ബിയറിംഗ് എടുക്കുന്ന സമയത്ത്, ഹോൾ ബിയറിംഗ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റിനെ നമ്മൾ എടുക്കുക വെച്ചാൽ പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ടാണ്. അങ്ങനെ എടുക്കുന്ന സമയത്ത് എങ്ങോട്ടേക്കായിരിക്കും ആംഗിൾ നമ്മൾ മെഷർ ചെയ്യുക? ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ മെഷർ ചെയ്യുക? നിങ്ങളത് പഠിച്ചിട്ടില്ലേ അങ്ങനെ മെഷർ ചെയ്യുന്നത്, മെഷർമെന്റ് എടുക്കുന്നത്? പോസിറ്റീവ് എക്സ് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്. സോ അത് അറിയില്ലെങ്കിൽ അറിഞ്ഞിരിക്കുക, ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുക. അതായത് ഇങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടത്. ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് പോസിറ്റീവ് എക്സ് ആക്സിസ് വേണം നിങ്ങൾ ബേസ് ആയിട്ട് എടുക്കാൻ. അവിടുന്ന് ഉള്ള ആംഗിൾ എത്രയായിരിക്കും അപ്പം വരിക? തീറ്റ 6. അതിനെയാണ് നമ്മൾ തീറ്റ 6 എന്ന് ഓർത്ത് വിളിക്കുന്നത്. സോ വാട്ട് ഇസ് ദാറ്റ് ആംഗിൾ? വാട്ട്സ് ദ വാല്യൂ ഓഫ് ദാറ്റ് ആംഗിൾ? യെസ്, അതെങ്ങനെയാണ് കിട്ടിയത്? 30 പ്ലസ് ബാക്കി ഈ ഒരു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വാഡ്രന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? 90 പ്ലസ് 90 180 പ്ലസ് നമ്മുടെ തീറ്റ എക്സും. സോ 180 പ്ലസ് തീറ്റ എക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീറ്റ 6 കിട്ടും. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു 210, റൈറ്റ്? ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ പറയണമെങ്കിൽ ആദ്യം തന്നെ നമുക്ക് എന്തറിഞ്ഞിരിക്കണം? നമ്മുടെ റിസൾട്ടന്റ് ഏത് ക്വാഡ്രന്റിലാണെന്ന് അറിഞ്ഞിരിക്കണം. എന്നിട്ട് നമ്മൾ ഏകദേശം അത് വരച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിങ്ങനെ ആഡ് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ കേട്ടോ. അല്ലാണ്ട് ചുമ്മാ ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ല. സോ ആദ്യം തന്നെ നിങ്ങൾ റിസൾട്ടന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന സമയത്ത് റിസൾട്ടന്റിന്റെ ക്വാഡ്രന്റ് ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. ദെൻ യു ക്യാൻ ഫൈൻഡ് ഔട്ട് തീറ്റ ആർ. ഇത് ക്ലിയർ ആയോ പറഞ്ഞത്? തീറ്റ ആർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഓക്കെ ആണോ? ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു നിങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ദെൻ ഇനി എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ റിസൾട്ടന്റ് ആണ്. ലൈൻ ഓഫ് ആക്ഷൻ നമുക്ക് ഈ റിസൾട്ടന്റ് എവിടെയാ കിടക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണം. അതായത് നമ്മളിപ്പം പോയിന്റ് എ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് നമ്മുടെ റിസൾട്ടന്റിന്റെ ലൈൻ ഓഫ് ആക്ഷൻ കിടക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? വി ഹാവ് ടു കൺസിഡർ ദ മൊമെന്റ് അബൌട്ട് എ, അല്ലെ? മൊമെന്റ് അബൌട്ട് എ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവാണ്. ഈ ഒരു സാധനം നമുക്ക് രണ്ട് രീതി ചെയ്യാം, രണ്ട് മെത്തേഡ് ചെയ്യാം. ഞാൻ ഫസ്റ്റ് തന്നെ എൻ്റെ ഒരു, അതായത് ഞാൻ വിചാരിക്കുന്ന വെച്ചാൽ ടെക്സ്റ്റിൽ ഒരു മെത്തേഡിലാണ്, അതല്ലാണ്ട് വേറൊരു പുറമേ ഒരു മെത്തേഡ് ഉണ്ട്. അത് വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ഹിയർ നമ്മൾ എ ബി എന്ന് പറയുന്നതാണ് നമ്മുടെ ബീം എന്ന് കൺസിഡർ ചെയ്യാണ്. എ ബി ഇസ് ദ ബീം. സോ ഹിയർ ഐ ആം ഡ്രോയിങ് ദി എൻഡിയർ ഫിഗർ. ഞാൻ വരക്കുന്നതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും, നിങ്ങളത് കറക്റ്റ് വരയ്ക്കുക. ഓക്കെ, എ ബി ആണ് നമ്മുടെ ബീം. ഓക്കെ, നമുക്ക് റിസൾട്ടന്റ് എവിടെയാണെന്ന് അറിയില്ല, എവിടെയോ ആണ്. അപ്പൊ ഈ ഒരു എ ബി എന്ന് പറയുന്ന ലൈൻ ഓഫ് ആക്ഷനിൽ തന്നെയാണ് റിസൾട്ടന്റ്. അപ്പൊ റിസൾട്ട് എന്ന് പറയുന്നത് ഞാൻ ഇതൊക്കെ ഇങ്ങനെ വരയ്ക്കുകയാണ്, എവിടെയാന്ന് അറിയില്ല. അപ്പം അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ പോകുന്നത് ഇതുവഴിയാണ്.
ആൻഡ് നമുക്ക് അതിന്റെ ആംഗിൾ അറിയാം അല്ലെ. ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ എക്സ് അറിയാം, ദാറ്റ് ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി ആണെന്നുള്ള കാര്യം നമുക്കറിയാം. സോ ദിസ് ഇസ് ദ റിസൾട്ടന്റ് ആർ. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഈ ഒരു ഡിസ്റ്റൻസ് ഓഫ് ലൈൻ ഓഫ് ആക്ഷൻ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ആർ ആൻഡ് പോയിന്റ് എ. അതാണ് എനിക്ക് ഫസ്റ്റ് തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. എങ്ങനെയായിരിക്കും ഫൈൻഡ് ഔട്ട് ചെയ്യുക? സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് മൊമെന്റ് അബൌട്ട് എ കൺസിഡർ ചെയ്യാം. മൊമെന്റ് അബൌട്ട് എ. സോ ഈ ഒരു ആറിന് പകരം മൊമെന്റ് അബൌട്ട് എ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ എടുക്കുന്നത്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദാറ്റ് ഫോഴ്സ് ആൻഡ് മൊമെന്റ് സെന്റർ. അതല്ലേ നമുക്ക് എടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് തന്നെ റിസൾട്ടന്റ് കൺസിഡർ ചെയ്യാണ്ട് റിസൾട്ടന്റിന്റെ മൊമെന്റും പിന്നെ ബാക്കിയുള്ള സം ഓഫ് മൊമെന്റ് ഓഫ് ഓൾ ദ ഫോഴ്സസ് ആക്ടിങ് ഇൻ ദ സിസ്റ്റം എന്തായിരിക്കും? ഈക്വൽ ആണെന്നുള്ള കാര്യം അറിയാം, വാരിഗ്നൻസ് തിയറം. സോ അതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തിട്ട് ഈ എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു കൺസിഡർ ദ ഫസ്റ്റ് സിസ്റ്റം. അതായത് നിങ്ങളുടെ ഈ ഫോഴ്സ് സിസ്റ്റം നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക. അവിടെ ഉണ്ടാക്കുന്ന മൊമെന്റ് എത്രയാ? എം എ എത്രയാ? എം എ ഈക്വൽ ടു പറഞ്ഞേ, മൊമെന്റ് അബൌട്ട് എ പറഞ്ഞേ, മൊമെന്റ് അബൌട്ട് എ. ഫിദ, ഫിദ കേൾക്കുന്നുണ്ടോ? ഓഡിബിൾ ആണോ? Yes, ma'am. ഓക്കെ, മൊമെന്റ് അബൌട്ട് എ. ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എടുക്കുമ്പോൾ മൊമെന്റ് അബൌട്ട് എ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല? ഫോഴ്സസ്, അത് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് എയിലെ കൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ ആ ഫോഴ്സ് കൺസിഡർ ചെയ്യണ്ട. ഇവിടെ നമുക്ക് എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള ഫോഴ്സ് സിസ്റ്റം ഇല്ലേ, അതാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കുക ഫിദ, നമുക്ക് ഇതിൽ ഏതൊക്കെ ഫോഴ്സ് സിസ്റ്റത്തിന്റെ ലൈൻ ഓഫ് ആക്ഷൻ പോയിന്റ് എയിലൂടെ പാസ് ചെയ്യുന്നുണ്ട് നോക്കുക. ഓക്കെ, ഏതൊക്കെ ഫോഴ്സസിന്റെ പാസ് ചെയ്യുന്നുണ്ട്? 200 Newton, 400. 200 ന്യൂട്ടൺ. 200 ന്യൂട്ടൺ ഓൾറെഡി അത് എക്സ് ആക്സിലാണ്, അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒഴിവാക്കാം. ബട്ട് 400 ന്യൂട്ടണും ഏതിലൂടെ പാസ് ചെയ്യുന്നുണ്ട്? എയിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അത് എടുക്കാണ്ടിരിക്കരുത്, അത് എടുക്കണം. ബിക്കോസ് നമുക്ക് എന്ത് ചെയ്യണം? 400 ന്യൂട്ടന്റെ കോമ്പണൻസ് ഇവിടെ കൺസിഡർ ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ അത് നോക്കാൻ വേണ്ടി. ഇപ്പൊ 400 ന്യൂട്ടന്റെ കോമ്പണൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ വരിക? 400 സൈൻ 60യും 400 കോസ് 60യും. ഇത് രണ്ടും വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയോ പറഞ്ഞത്? സോ ഈ രണ്ട് കോമ്പണൻസ് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ദെൻ അടുത്തത് 300 ന്യൂട്ടന്റെ കേസിലോ 300 ന്യൂട്ടൺ എന്ത് ചെയ്യുന്നില്ല? എയിലൂടെ അല്ല പാസ് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കോമ്പണൻസ് എടുത്തിട്ട് അതിന്റെ മൊമെന്റ് കൺസിഡർ ചെയ്യണം. ഇനി ഒന്ന് പറഞ്ഞേ, മൊമെന്റ്സ് ഏതൊക്കെ വരാം? 200 ന്യൂട്ടൺ എന്തായാലും കൺസിഡർ ചെയ്യണ്ട, ബാക്കി 300ഉം 400ഉം മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, സോ ഹിയർ ഒന്ന് നോക്കിയേ, 300 ന്യൂട്ടന്റെ കേസിൽ എന്തായിരിക്കും വരിക? 300 ഇൻറ്റു എന്ത് ചെയ്യണം? ഇതിന്റെ കോമ്പണന്റും കൂടെ നമ്മൾ എടുക്കണം. 300ന്റെ കോമ്പണന്റ് എടുക്കുമ്പോൾ എന്തായിരിക്കും വരിക? 300ന്റെ കോമ്പണന്റ് എക്സ് കോമ്പണന്റ് എന്ന് പറയുന്നത് ഏതിലൂടെയാണ് പാസ് ചെയ്യുന്നത്? നോക്കി, എയിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, so you don't need to consider the component x component of 300 Newton. Only you have to consider the y component of 300 Newton. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, അപ്പൊ നിങ്ങൾ എടുക്കുന്ന സമയത്ത്, അതായത് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഫോഴ്സസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക? അതിനെ കോമ്പണൻസ് ആക്കിയിട്ട് മാറ്റുക, എന്നിട്ട് നോക്കുക. ഓക്കെ, സോ ഒന്ന് പറഞ്ഞേ, 300 ഇൻറ്റു ഇത് എന്താ വരിക? 300 ഇൻറ്റു Sin 60. 300 സൈൻ 60 ഇൻറ്റു, അതായത് വൈ കോമ്പണന്റ് ആണ് എടുക്കേണ്ടത്. ആ ഒരു വൈ കോമ്പണന്റും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് എ ബി എന്ന് തന്നെ പറഞ്ഞിട്ട് എടുക്കാം കേട്ടോ, എ ബി. അല്ലെങ്കിൽ നിങ്ങൾക്ക് എ എന്നുള്ള വേരിയബിളോ അങ്ങനെ എന്തെങ്കിലും ഒരു വേരിയബിളും കൊടുക്കാം. ഓക്കെ, ഇഫ് യു ആർ കൺസിഡറിങ് എ ബി എസ് എ, ഓക്കെ, എ ബിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, എ ബിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എ ആയിട്ട്, സ്മോൾ എ ആയിട്ട് കൺസിഡർ ചെയ്തു. അപ്പൊ എന്തായിരിക്കും വരിക അവിടെ? 300 സൈൻ 60 ഇൻറ്റു 300 സൈൻ 60 ഇൻറ്റു യെസ് 300 സൈൻ 60 ഇൻറ്റു എ. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ 300 സൈൻ 60 ഇൻറ്റു എ പോസിറ്റീവ് ഓർ നെഗറ്റീവ്? പോസിറ്റീവ് ഓർ നെഗറ്റീവ്? Positive. പോസിറ്റീവ്. ഓക്കെ, അത് പോസിറ്റീവ് ആണ് വരുന്നത്. എന്തുകൊണ്ടാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ആന്റി പോസിറ്റീവ് ആണോ വരുന്നത്? വൈ ഇറ്റ് ഇസ് പോസിറ്റീവ്? Negative. നെഗറ്റീവ്. ഓക്കെ, യെസ്, ആന്റി ക്ലോക്ക് വൈസ്. സോ ഓക്കെ, ഇനി എന്ത് ചെയ്യാം? 400 ന്യൂട്ടന്റെ നോക്കാം. 400 ന്യൂട്ടന്റെ കേസിൽ എന്താണ്? 400 ന്യൂട്ടന്റെ
400 ന്യൂട്ടൺ ഓൾറെഡി എന്താണ് നമ്മുടെ എയിൽ കൂടെ തന്നെയാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, ലൈൻ ഓഫ് ആക്ഷൻ ഇസ് പാസിംഗ് ത്രൂ എ. സോ അതിന്റെ കേസിൽ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ കോമ്പണൻസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് എന്താ, കോമ്പണൻസിന്റെ കേസിൽ ഇങ്ങനെയാണ് വരുന്നതെങ്കിലും ഇപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ് 400 cos60. അപ്പൊ അത് നോക്കുന്ന സമയത്ത് എയു ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഉണ്ട്. അതുപോലെ തന്നെ 400 sin60. ഓക്കെ, അത് നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, എയു ആയിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. ബട്ട് അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ആൻസർ കിട്ടുന്നത് അവസാനം എന്തായിരിക്കും, 0 ആയിരിക്കും അതിന്റെ മൊമെന്റ് കിട്ടുക. അത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യുക. ഇപ്പൊ നമുക്ക് ചെയ്യാനുള്ള ടൈം ഇല്ല. 400 cos60ന്റെതും അതുപോലെ തന്നെ 400 sin60ന്റെതും വെച്ച് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക മൊമെന്റ് എന്ന് പറയുന്നത് അബൌട്ട് എ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ 400 ന്യൂട്ടൺ ഓൾറെഡി എന്താണ്, അത് ഇൻക്ലൈൻഡ് ആയി കഴിഞ്ഞാലും അത് പാസ് ചെയ്യുന്ന ഏത് വഴിയാണ്, എ വഴിയാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു കാര്യത്തിൽ തന്നെ എന്താണ് നമുക്ക് പറയാം, 400 ന്യൂട്ടൺ ലൈൻ ഓഫ് ആക്ഷൻ ഇസ് പാസിംഗ് ത്രൂ എന്താണ്, പോയിന്റ് എ ആണ്. സോ അവിടെ തന്നെ അത് 0 ആണ്. ഇൻ കേസ് നിങ്ങളത് കോമ്പണൻസ് ആക്കി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് വെച്ചാൽ 0 ആണ്. സോ യു ഡോണ്ട് നീഡ് ടു കൺസിഡർ 400 ന്യൂട്ടൺ ഓൾസോ. ഓക്കെ, അപ്പൊ 400 ന്യൂട്ടൺ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്യാം. ഓൺലി യു ഹാവ് ടു കൺസിഡർ 300 ന്യൂട്ടൺ. ഓക്കെ, സോ അത് ഞാൻ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്ന് വെച്ചാൽ 400 ന്യൂട്ടൺ ഓൾറെഡി പാസ് ചെയ്യുന്നുണ്ട്. ബട്ട് നമ്മൾ ആ കോമ്പണൻസ് എടുത്തു കഴിഞ്ഞാൽ വേറെ സെപ്പറേറ്റ് കിട്ടൂലേ എന്നുള്ള നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. സെപ്പറേറ്റ് കിട്ടൂലെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊമെന്റ് കിട്ടുക 0 തന്നെയാണ് മൊമെന്റ് കിട്ടുക. സോ ഏറ്റവും ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്ലൈൻഡ് ആയി കഴിഞ്ഞാലും അത് പാസ് ചെയ്യുന്നത് പോയിന്റ് എയിൽ കൂടി ആണെങ്കിൽ, ലൈൻ ഓഫ് ആക്ഷനിൽ കൂടെ, ലൈൻ ഓഫ് ആക്ഷൻ പാസിംഗ് ത്രൂ പോയിന്റ് എ ആണെങ്കിൽ അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ 400 ന്യൂട്ടൺ എടുക്കണ്ട, 200 ന്യൂട്ടൺ എടുക്കണ്ട, 300 ന്യൂട്ടൺ മാത്രം കൺസിഡർ ചെയ്താൽ മതി. സോ അവിടെ മൊമെന്റ് വരുന്നത് -300 sin60 ഇൻറ്റു എ ആണ്. സോ ഇതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മൊമെന്റ് അബൌട്ട് എ, അതായത് നമ്മുടെ റിസൾട്ടൻ ഫോഴ്സിന്റെ കേസിൽ എടുക്കുക. ഓക്കെ, റിസൾട്ടൻ ഫോഴ്സിന്റെ കേസിൽ എടുക്കുമ്പോൾ എന്തായിരിക്കും വരിക, മൊമെന്റ് അബൌട്ട് എ ഈക്വൽ ടു, ഞാൻ അതും കൂടെ ഒന്ന് പറഞ്ഞു തരട്ടെ, r ഇൻറ്റു എക്സ്. അപ്പൊ r*x നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് r എന്താണ്, ഇൻക്ലൈൻഡ് ആയിട്ടാണ് കിടക്കുന്നത്. സോ യു ഹാവ് ടു കൺസിഡർ ദ കോമ്പണൻസ് ആണ്. അപ്പൊ ആറിന്റെ കോമ്പണൻസ് എന്ന് പറയുന്നത് സിഗ്മ എഫ് വൈയും അതുപോലെ തന്നെ സിഗ്മ എഫ് എക്സും ആണ് അതിന്റെ കോമ്പണൻസ് ആയിട്ട് വരുന്നത്. സോ ഇതിൽ സിഗ്മ എഫ് എക്സ് കൺസിഡർ ചെയ്യണോ, സിഗ്മ എഫ് എക്സ് കൺസിഡർ ചെയ്യണോ, വേണ്ട, ബിക്കോസ് അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ പോയിന്റ് എയിൽ കൂടിയാണ് പാസ് ചെയ്യുന്നത്. സോ യു ഹാവ് ടു കൺസിഡർ സിഗ്മ എഫ് വൈ ഓൺലി. ഓക്കെ, അപ്പൊ സിഗ്മ എഫ് വൈ ഇൻറ്റു എന്ത് വരും, സിഗ്മ എഫ് വൈ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, സിഗ്മ എഫ് വൈ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, അപ്പൊ സിഗ്മ എഫ് വൈ ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ ഏത് റൊട്ടേഷൻ എങ്ങനെയാ വരുന്നത്, ദാറ്റ് ഇസ് ഓൾസോ ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ ഇതിൽ രണ്ടും എം എ ആണ്. സോ ഈ ഒരു ഫസ്റ്റ് ഇക്വേഷൻ ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, എക്സിന്റെ വാല്യൂ കിട്ടും. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഈ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണേ. ഓക്കെ, ഇതാണ് അതിന്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഒന്ന് അറ്റൻഡൻസ് എടുത്തോട്ടെ, ആരും ലീവ് ചെയ്യല്ലേ. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ, കൺഫ്യൂഷൻ ആയിപ്പോയോ? ഇല്ല, ഓക്കെ.